നമ്മൾ പുതിയൊരു ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി നടന്ന് അവിടെ ഇവിടെയും സ്ഥലം കണ്ടുപിടിക്കുക സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പം ഇതാണ് കേട്ടോ, ഒരു മരം ഇറക്കാൻ വേണ്ടിയിട്ട് വഴി ഉണ്ടാക്കിയതാണ്. കേൾക്കാൻ വെച്ചേ ഇറക്കമാണ് നല്ല. ഞാൻ ഏതാണ്ടൊക്കെ അടിച്ചു തിരിച്ചടാ. ഇതെങ്ങോട്ടാ, നേരെയാണോടാ? ആ ശരിയാ ശരിയാ. ഇപ്പൊ പോയാലോ നേരെ താട്ടെ. എടാ മറ്റേത് തന്നെ, അവിടെ ചെന്ന് വട്ടം തിരിഞ്ഞാൽ തിരിയില്ല. ഞാൻ പിടിച്ചാണോ, ഞാൻ അവിടെ നിന്ന് പിടിച്ചു. അവിടെ നിന്ന് പിടിച്ച് ഇച്ചിരി കുണ്ടി തെന്നിക്കാൻ നോക്കി, അത് നടക്കുള്ളൂ. താഴ്ത്തു പോയാന്. ആ നിരപ്പ് എന്താ പിക്കപ്പ് വന്നാണ്. പിക്കപ്പ് വന്നിട്ട് ഇവിടെയാണ് തടിയും കൊണ്ടുപോകും. അപ്പുറം മെയിൻ റോഡ് നല്ല വീതിയുള്ള സ്ഥലമുണ്ട്, അവിടെ വരെ ഇവിടെയാണ് തടി ഇങ്ങനെ കൊണ്ട്. ഏതാ തിരിഞ്ഞ് വീൽപ്പാട് കിടക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത് ഞാൻ തിരിഞ്ഞില്ല, നിർത്തി തിരിക്കുക. ഇത് നമ്മൾ ചെന്നൈ അന്നേക്കാൾ ഒരു തോട്ടിലോട്ടായിരിക്കും. വഴി ബ്ലോക്കാണോ? ആ താഴോട്ട് വണ്ടി പോകാണ്ട് വെച്ചേക്കണല്ലേ. അവിടെ ചെന്നാലും നിരപ്പുള്ളന്നോ അല്ലേ? അവിടെ വരുള്ളൂ. നമുക്ക് ഇങ്ങോട്ട് ഇരിക്കാം. ഇതെങ്ങടാ? അത് ഇതേ കാണും. അത് അവിടെ വന്ന് തീർന്നല്ലേ? പിന്നെ തിരിച്ച് അങ്ങോട്ട് കയറാം. എന്നോട് അവിടെ ഉടുമ്പാന്നോല്ലേ? ഉടുമ്പ് എന്നെ പോക്കടാ പോയ വലിയ പുണ്ടാണല്ലോ. 150 അതെ നമ്മുടെ തടി റോഡ് നമ്മള് കംപ്ലീറ്റ് ചെയ്തു എന്നല്ലേ? കംപ്ലീറ്റ് ചെയ്തു. അത് പറഞ്ഞിറങ്ങി കേട്ടോ. നൈസായിരുന്നല്ലോടാ? കുറെ വളവൊക്കെ നമ്മള് പിടിവിട്ട് പോയി കേട്ടോ. ആ അത് തന്നെ. കാരണം എനിക്ക് ആദ്യത്തെ 1-2 വലത്തോട്ടുള്ളത് എനിക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ അങ്ങനെ തിരിക്കാൻ പാകത്തിന് കിട്ടി, തന്നെ തിരിയാൻ കിട്ടി. ഇടത്തോട്ടൊരു പാടാ സമയങ്ങളായിരുന്നു. അതുകൊണ്ട് ഇനി ഇടത്തോട്ടൊരു പാടായതുകൊണ്ട് ഞങ്ങളിപ്പം ഇങ്ങനത്തെ വഴി ഒരു ഇടത്തോട്ടുള്ളൊരു വളവ് കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ലൊരു മെനകെട്ട വളവാ. ഡ്രിഫ്റ്റ് ചെയ്യാൻ അത്ര സുഖമുള്ളതല്ല അല്ലേ? ഇതിലൊന്ന് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിലെ കുറച്ചു നേരം ഡ്രിഫ്റ്റ് അടിച്ചിരിക്കാം അല്ലേ? അടിച്ച് കളിക്കാൻ പോകാം. പരമാവധി സ്പീഡ് തിരിയാൻ നോക്കാം, ഡ്രിഫ്റ്റ് അടിച്ച് അങ്ങനെ ആ ലെവലില്ലേ. അത് കൊള്ളാം. ആടാ സെറ്റ്. സ്ലോ ആയില്ലല്ലോ, വളവ് വന്ന ഫ്ലോയിൽ അങ്ങ് തിരിഞ്ഞ് പോയല്ലോ. അത് മതി, അത് സെറ്റ്. ആ രീതിയിൽ തെന്നിച്ചങ്ങ് ഇറങ്ങിയാൽ മതിയില്ലേ? പരമാവധി സ്പീഡിൽ വളവ് തിരിച്ചങ്ങ് പോരാം. അത് തന്നെ എന്നാൽ ഞാനും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഞാനും കൂടെ നോക്കട്ടെ. സൈഡ് കിട്ടി പക്ഷേ ബാക്ക് ആയില്ലേ പോയല്ലേ? പെട്ടൊക്കെ വാങ്ങി തുടങ്ങി, നമ്മളപ്പോൾ വിടുവാണ്. അതെൻ്റെ ഈ സാധനം വെച്ചേക്കുന്നുണ്ടാണോ? അതല്ലേ ഇരുട്ടായടാ. ചെളി ഇറക്കി നമ്മൾ പരിപാടി നിർത്തിയിട്ടാ. അത്യാവശ്യം എനിക്ക് സ്പീഡിൽ ഇറക്കാനുള്ള കിട്ടി. ഇനിയിപ്പോൾ കൂടുതൽ കയറ്റാൻ നിൽക്കാനുള്ള കയ്യെ പോയേക്കാന്ന് വെച്ചാൽ നല്ല ഇരുട്ട് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും പുറത്ത് ചെളി, അതെ ചെളിക്കകത്ത് ഇറക്കാൻ ബാഗ് പുറത്തിട്ടുണ്ട്. ബാഗ് പുറത്തെ തെറിച്ച് പുറത്ത് വന്ന് അടിക്കണം അറിയാൻ പറ്റുന്നുണ്ട്. ബാഗ് ഒരു കോലായിക്കാണ്. നമ്മൾ ഈ കയറ്റം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇതാണ് അവൻ ഛർദ്ദിക്കണമെന്ന് പറഞ്ഞേ. കാര്യം പറഞ്ഞു കേറാ. ഇനി നമുക്ക് പയ്യപ്പോ നേരെ ഒരു തോടുണ്ട്. തോട് ക്രോസ് ചെയ്ത് നമ്മൾ റോഡിലോട്ട് എത്തും. അച്ഛന്മാരെ കഴിഞ്ഞോട്ടാ, പരിപാടി കഴിഞ്ഞു. കുഴപ്പമില്ലായിരുന്നല്ലോടാ? ട്രാക്ക് അടിപൊളിയായിരുന്നു. കുറച്ച് ദൂരം ഉള്ളായിരുന്നാലും
സംഭവം രസമായിരുന്നു, അങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകാനുണ്ടായിരുന്നോണ്ട്. അത് തന്നെ അല്ലേ. ഇനി നമുക്കിങ്ങനെ അടുത്തൊരു വഴിയും കൂടെ കണ്ടുപിടിക്കാം. അതിന് അടുത്ത് തൊട്ടടുത്ത് അപ്പുറം തന്നെ ആണ്. നമുക്ക് ചോദിക്കാം അവരോട്. അത് തന്നെ ചോദിച്ച് നോക്കിയിട്ട് നമ്മളാണ് അതിലെത്തുമ്പോൾ സൈക്കിളായിട്ട് കയറ്റി ഇറങ്ങാം. എന്നാൽ പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത സൈക്ലിംഗ് പരിപാടിയായിട്ട് കാണാം അല്ലേ. ഓക്കെ, ടിക്കറ്റ് ടാറ്റ. ഇനി ഞാൻ ഇത്തിരി പവർ കൂടി പോയതല്ലേ. അത് തന്നെ കണ്ടോ ഗ്ലൗവിന്റെ ഗുണം. ഗ്ലൗവിന്റെ കൂടെ ക്യാമറ ഇവിടെ